അങ്ങനെ നമ്മുടെ അലീനി രോഹിത്തും കൂടി അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് ആൾക്കാർ നമ്മുടെ രോഹിത്തിനെ കയറി അടിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് അലീനയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കണില്ല. അലീന വേഗം കയറിയിട്ട് കൈയൊക്കെ തടഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടോ എൻ്റെ അനിയനെ തൊടാൻ, എൻ്റെ അനിയനെ ഒരിക്കലും നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത്തിന് ഒന്നും പറ്റാതെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ അലീന ബാലചന്ദ്രനോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കേണ്ടോ സദാചാര പോലീസുകാരുടെ പരിപാടി നീ എടുത്തൂല്ലേ എന്ന് ചോദിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ സദാചാര പോലീസുകാർക്ക് സ്വന്തം കാര്യം തന്നെ നോക്കാൻ വയ്യ, പിന്നിലെ നമ്മുടെ കാര്യം, അപ്പം ഞാൻ തന്നെ പോലീസിൻ്റെ പണി ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അലീന. പിന്നെ കാണിക്കണം നമ്മുടെ അനാഥാലയത്തിൽ ചിന്നമോളെ ദത്തെടുക്കാൻ ഊർമിള എത്തുന്നുണ്ട്. ഊർമിള കണ്ടപ്പോൾ നമ്മുടെ ചിന്നമോൾ ചോദിക്കേണ്ട ആരാ എന്ന് പറയുമ്പോൾ ഊർമിള ചിരിക്കുന്നുണ്ട്. അപ്പോൾ പേരില്ലേ ചോദിക്കേണ്ട, ആ പേരുണ്ട്, എൻ്റെ പേര് ഊർമിള എന്ന് പറയണ്ട. ഞാൻ ഞാൻ സിസ്റ്ററോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിന്നമോൾ എണീറ്റ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഉള്ളിൽ പോയിട്ട് നമ്മുടെ ചിന്നമോളെ നമ്മുടെ ഊർമിള എടുത്ത് ഉമ്മയൊക്കെ വെക്കേണ്ട. അവൾക്കാണെങ്കിൽ വലിയ ഇഷ്ടമുണ്ട്. എന്തായാലും അവൾക്ക് ഊർമിളയ്ക്ക് പുറത്ത് വരുമ്പോൾ നമ്മുടെ ചിന്നമോളെ എങ്ങനെ ഓർമ്മ വരിക, ചിന്നമോളെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല, എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുപോകാനാണ് തോന്നുന്നത്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.